ചോർന്നൊലിക്കുന്ന കുടിലിൽ വീട്ടുകാർക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി നാട്ടുകാർ മാതൃകയായി. പാലക്കാട് ഒലവക്കോടിന് സമീപം പണ്ടാരക്കുളം കോളനിയിലാണ് നാട്ടുകാരുടെയും പ്രാദേശിക ക്ലബിന്റെയും നേതൃത്വത്തിൽ വീടൊരുക്കിയത്. നാല് മാസം മുമ്പ് ഇവിടെ ചോർന്നൊലിക്കുന്ന ഒരു കുടിലാണ് ഉണ്ടായിരുന്നത്. 1.25 സെന്റ് സ്ഥലം മാത്രമുള്ള ശ്രീനിവാസനും ഭാര്യ ഇന്ദിരയും മക്കളും ഇവിടെയാണ് അന്തി ഉറങ്ങിയത്. 4 പെണ്ണും ഒരാണുമാണ് ഈ ദമ്പതികൾക്കുള്ളത്. സുരക്ഷിതമായ ഒരു മറവ് പോലുമില്ലാതിരുന്ന കുടിലിൽ അന്നത്തെ അത്താഴവും കഴിച്ച് കിടന്നുറങ്ങിയായിരുന്ന ഇവരുടെ ഇടയിലേക്ക് ഇഴഞ്ഞെത്തിയ വിഷപ്പാമ്പ് മകൻ ശ്രീജിത്തിന്റെ ജീവനെടുത്തതോടെ കുടുംബം തീരാവേദനയിലായി. ഇനി മറ്റൊരു ദുരന്തം കൂടി താങ്ങാൻ ശേഷിയില്ലാത്ത ഈ കുടുംബത്തിന് ഒരു അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഇതോടെ നാട്ടുകാർ രംഗത്തിറങ്ങുകയായിരുന്നു. പ്രദേശത്തെ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ചെറുപ്പക്കാർ ഇതിന് നേതൃത്വം നൽകി. ഇവർക്കൊപ്പം ജനപ്രതിനിധികളും അണിചേർന്നു. വീടിന് ശ്രീജിത്ത് ഭവൻ എന്നും പേരിട്ടു. എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്നവരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 4 മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞത്. ശ്രീജിത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് താമസം മാറിയതോടെ അമ്മ ഇന്ദിരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അച്ഛൻ ശ്രീനിവാസന്റെ നന്ദി വാക്കുകൾ ഇടറി വീണു. നല്ല രീതിക്ക് എല്ലാവരും എല്ലാ സഹായം കൊണ്ടും എല്ലാം കൊണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീട് നിർമ്മാണത്തിനായി വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും അവരാൽ കഴിയുന്ന സഹായം നൽകി. ശ്രീജിത്തിന്റെ സഹപാഠികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. കോളനി മുറ്റത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞ് ശ്രീജിത്തിന്റെ ഓർമ്മയുമായി ഇനി ശ്രീനിവാസനും കുടുംബവും ഇവിടെ സുരക്ഷിതമായി ഉറങ്ങും. റിപ്പോർട്ടർ, പാലക്കാട്.